ഹായ് ഓൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ഓർഡേഴ്സും അതുപോലെ കുറേ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് കേക്ക് ഓർഡർ, അതായത് ഒരു ഉച്ച ആകുമ്പോഴേക്കും കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിരുന്നു കേട്ടോ. അനിയന് ഗൾഫിൽ പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം ഞാൻ വീട്ടിൽ പോയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനിയൻ പോയി വന്നതിൻ്റെ ശേഷം മോർണിംഗിൽ തന്നെ വന്നിട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പ്ലാൻ ആക്കിയത്. പിന്നെ അപ്പോൾ പെട്ടെന്ന് സ്പഞ്ചെല്ലാം റെഡിയാക്കി, പിന്നെ വീട്ടിൽ നമ്മൾ തലേ ദിവസത്തെ സ്പഞ്ച് ബാക്കിയുള്ളതും എല്ലാം കൂടി ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു ബ്രൗണി ഉണ്ട്. പിന്നെ ഇത് വയറ് കാണാൻ പോകുമ്പോൾ കൊടുക്കാനുള്ള കുറച്ച് ഓർഡറുകളാണ് കേട്ടോ. അപ്പോൾ ബ്രൗണിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പിസ്ത ബ്രൗണിയാണ്. പിസ്ത ചോക്ലേറ്റിലെ അതിൻ്റെ ബ്രൗണി കേട്ടോ. പിന്നെ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ എനിക്കിത് വീഡിയോസൊന്നും എടുക്കാൻ ഉള്ള സമയമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസമായി മോനക്ക് പനി ഉണ്ടായി മാറിയത് മുതലേ എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തു കിട്ടാം. പിന്നെ തീരെ വയ്യായിരുന്നു, മേലും കൈ വേദന എല്ലാം ഉണ്ട്. പിന്നെ മോനക്ക് വയ്യാത്ത സമയത്ത് തന്നെ വർക്കൊക്കെ ഒരുപാട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എനിക്കും വയ്യാതായ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടയ്ക്ക് നിർത്തും, വീണ്ടും ചെയ്യും, അങ്ങനെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്ന കാരണം നമുക്കെന്തോ വർക്കിനെ ബാധിക്കണ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയ്ക്കണ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വർക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, കുനാഫ റോസ്റ്റ് ചെയ്യാണ് ബട്ടറിൽ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കണുണ്ട്. അപ്പോൾ പറ്റണ വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഓക്കെ ആകുമ്പോഴല്ലേ എല്ലാം ആ ഒരു എനർജിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇതാ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു മണിയാകുമ്പോഴേക്കും വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനായിട്ടും കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1 kg വാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നു. അതാണ് ഈ നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 kg 2 കേക്ക് കിട്ടാം. പിന്നെ കുനാഫ ചോക്ലേറ്റ്, എന്താ പറയുക, പിന്നെ ടെൻഡർ കോക്കനട്ട്, പിന്നെ മിൽക്ക് കേക്ക്. അപ്പോൾ ഇങ്ങനെ 3 ഐറ്റംസ് ആയിരുന്നു ആ ഒരു വയറ് കാണലിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി 3 ഓർഡേഴ്സുമാണ് കേട്ടോ. അപ്പോൾ 1/2 kg ബ്രൈഡ് ടു ബി കേക്കാണ്. അത് കുറച്ച് ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതാ ഈ കേക്കുകളെല്ലാം നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതിൻ്റെ സ്പഞ്ച് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും ആ ഒരു സമയത്ത് തന്നെ വേഗം ചെയ്തു, കാരണം എനിക്ക് പിന്നെ ഇനി വർക്ക് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും രാവിലെ ചെയ്യാമെന്ന് വെച്ചു, അല്ലെങ്കിൽ നൈറ്റിൽ ക്രം കോട്ടെങ്കിലും ചെയ്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് എന്തോ നൈറ്റിലേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്നൊരു തോന്നൽ വന്നപ്പോൾ എന്തായാലും ഏറ്റെടുത്ത വർക്ക് നമ്മൾ ചെയ്യണം. അവർ നമ്മളെ ആ ഒരു വർക്ക്, നമ്മളെ കേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ എന്തായാലും ക്രം കോട്ട് ചെയ്തിട്ട് അപ്പം തന്നെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ വാഞ്ചോ കേക്കാണ്. വാഞ്ചോ 3 ലെയറേ ഉള്ളൂ കേട്ടോ. ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ആ ഒരു പീസ് ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് കൊടുക്കാൻ മാത്രമാണ്, ബാക്കിയുള്ളത് എടുത്ത് വെക്കുക. പിന്നെ ടോൾ കേക്കായിട്ട് ഇതാണ്. അപ്പോൾ ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക്, 6 ലെയേഴ്സ്. അപ്പോൾ ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് എന്നോട് 6 ലെയർ ആണോ 7 ലെയർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 6 ലെയേഴ്സ് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. പിന്നെ 1 kg നോർമൽ, 1/2 kg അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ കേക്കുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കണം. ഇത് മോർണിംഗിലാണ് കേട്ടോ. അപ്പോൾ വാഞ്ചോ കേക്കാണിത്. അപ്പോൾ 1 kg അല്ല, 1.5 kg ആണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് അതിൻ്റെ ആ ഒരു വാഞ്ചോ ലുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിയെടുത്തു. പിന്നെ അതിന് ശേഷം ഇതെല്ലാം തലേദിവസം ക്രം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോർണിംഗിൽ ബാക്കിയുള്ള വർക്ക് ചെയ്യണത്. പിന്നെ ഇത് ടോൾ കേക്ക്, ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ്. കൂടുതൽ ഫോണ്ടൻ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായിട്ട് തോന്നി. നമുക്ക് ഫോണ്ടൻ വർക്കും അതുപോലെ സിക്കിൾ, പോപ്സ്, കപ്പ് കേക്ക്, ഡോണട്ട്, ഇതെല്ലാം ഇത്രയും ഐറ്റംസൊക്കെ വരുമ്പോഴാണ് നമുക്ക് വർക്കൊന്നും കൂടി
എന്താ പറയുക ബുദ്ധിമുട്ടുള്ള പോലെ നമുക്ക് തോന്നുക വയ്യാത്ത സമയത്ത് കേട്ടോ. വയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര വർക്ക് വന്നാലും നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്യും. വയ്യാത്ത സമയത്ത് നമുക്ക് എന്തോ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് തോന്നൂലല്ലോ, കെടുക്കാനല്ലേ തോന്നുക. പിന്നെ ഏറ്റെടുത്ത വർക്ക് നമുക്ക് ചെയ്യാതിരിക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ വർക്കൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ. ഞാൻ സ്ഥിരമായിട്ട് നമ്മൾക്കിങ്ങനെ വയ്യാത്ത സമയത്ത് ചെയ്യാനായിട്ട് ഒരു 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഏരിയയിലേക്കാക്കിയിട്ടാണ് അവരേതാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് അവർക്കാണ് ഞാൻ കൈമാറാറുള്ളത്. അതുപോലെ റെസ്റ്റ് ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവരെ വിളിച്ചിട്ട് കൊടുത്താലോ എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നെ സ്പഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാം തന്നെ സിമ്പിൾ വർക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുക. വീഡിയോ എടുക്കാൻ ജസ്റ്റ് ആ സ്റ്റാൻഡുമ്മ വെച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും അങ്ങനെ ചെയ്തു പോവുകയാണ് കേട്ടോ. കാരണം ഈ നൈഫ് പിടിച്ച് ചെയ്യുമ്പോഴും അതുപോലെ നമുക്ക് ആ ടേണിങ് ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. കൈക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ മോനക്കും തന്നെ മോൻ്റെ പനി മാറാൻ തന്നെ ഏകദേശം 2 ആഴ്ചയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഒന്ന് കുറയും, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എന്തായാലും ഇനി വെച്ചിരിക്കാൻ കഴിയില്ല, ഒന്നുകൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ മോൻ്റെ പനി വൈറൽ ഫീവർ ആയിരുന്നു, അത് തന്നെ ആയിരിക്കാം എന്നുള്ള ഉറപ്പായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു പോക്ക് കണ്ടപ്പോൾ ആ ഒരു റൂട്ടിൽ കാണുന്ന മനസ്സിലായി. അപ്പോൾ എന്തായാലും നൈറ്റിൽ പോയിട്ട് ഒന്നുകൂടി ചെക്കപ്പ് എല്ലാം ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി കൺഫേം ആവുമല്ലോ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എടുത്താലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണത് കേട്ടോ. അപ്പം ഈ ഒരു കേക്കിലേക്ക് വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് നൈഫ് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തു. ടോപ്പ് ഭാഗം റഫ് എഡ്ജ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ ഭാഗത്തായിട്ട് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്താ പറയുക മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിങ്ക് ഷെയ്ഡ് ഇത് അതുപോലെ ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് കുറച്ച് ക്രീം എടുത്ത് അതിൽ സ്ക്രാപ്പറിൽ ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് ക്രീം കളർ അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കളർ മിക്സ് ചെയ്തിട്ടും അതുപോലെ ഒരുപാട് പാത്രങ്ങളൊന്നും അങ്ങനെ ഇതാവണമെന്നില്ല കേട്ടോ. പരന്നിട്ട് ഈ സമയത്ത് നമ്മൾ എത്രത്തോളം പണി എളുപ്പമാക്കാൻ കഴിയും അതാണ് നോക്കണം കേട്ടോ. പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഫുൾ ഡിഷ് വാഷറിലിടുന്ന പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പണി കഴിയും ഡിഷ് വാഷറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗിലുള്ള ഒരു കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഫുഡ് തന്നെ ഉച്ചയ്ക്ക് കഴിക്കും. പിന്നെ മക്കളാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകണത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതായിരിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ നോക്കിയിരുന്നത്. കാരണം ഉമ്മാനെയും കിട്ടാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ വന്ന് നിൽക്കാൻ. പിന്നെ ഞാനും മക്കളും തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഡയറക്റ്റും കൊടുക്കാം, അല്ലാതെ ഇതുപോലെ ക്രീം താഴെ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഒന്നും കൂടി എളുപ്പം നമുക്ക് ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്യുക, എന്നിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി ഒന്ന് നൈഫെല്ലാം വെച്ച് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം നൈഫ് ഇട്ട് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം എളുപ്പം പണി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ എളുപ്പപ്പണി നോക്കാം അതാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇത് മിക്സ്ഡ് ആയിട്ടും അതുപോലെ മോം ടു ബിക്കും ബ്രൈഡ് ടു ബിക്കും ഒക്കെ ഒരുപാട് നമ്മൾ വർക്ക് ഈ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സമയത്ത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡായിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫോക്സ് ബോൾസും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഈ വർക്ക് കംപ്ലീറ്റായി. പിന്നെ അതിൻ്റെ ശേഷം ഒരു 2 ടയർ കേക്കാണ് 1.5 kgയിലുള്ളതാണ് കേട്ടോ. ഇത് ഫോൾട്ട് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് എന്താ പറയുക യെല്ലോ ഷെയ്ഡും അതുപോലെ ഒരു ജാഡ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അത് വീഡിയോയിൽ കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് കാണുന്നത്. ശരിക്കും നമുക്കൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് ഡാർക്കല്ല, എന്നാലും കുറച്ചൊരു ഭംഗിയുള്ളൊരു ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റായതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് സ്റ്റാക്ക് ചെയ്യണം. അപ്പോൾ 1.5 kg ആയതുകൊണ്ട് തന്നെ താഴെ ഒരുപാട് ഡബിൾസ് ഒന്നും ഇൻസേർട്ട് ചെയ്യണ്ട.
താഴെ 1 kg അല്ലേ, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുഞ്ഞ് കേക്കുമാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാന്നുള്ള ആ ഒരു സംഭവമില്ല. അപ്പോൾ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് നമ്മൾ സ്റ്റിക്ക് അല്ലെങ്കിൽ ഡബിൾസ് ഇൻസേർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ സേഫാണേനും. വെയിറ്റുള്ള കേക്കാണെങ്കിൽ എന്തായാലും താഴെ ഭാഗത്ത് ഡബിൾസും സ്റ്റിക്കും എല്ലാം കൊടുക്കണം കേട്ടോ. ഡബിൾസ് ആണെങ്കിൽ സ്റ്റിക്ക് മറ്റേ വുഡിൻ്റെ കൊടുക്കണ്ട, പ്ലാസ്റ്റിക് തന്നെ കൊടുക്കുക. അപ്പോൾ അത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സംശയം, മുകളിലത്തെ കേക്ക് കുറച്ചൊരു ഹൈറ്റ് വന്നോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല കേട്ടോ. പിന്നെ സ്റ്റാക്ക് ചെയ്ത സമയത്ത് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ 2 ഡബിൾസാണ് കേട്ടോ ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ശരിക്കും നമുക്കിതിൽ വുഡിൻ്റെ സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ കസ്റ്റമർ വന്നിട്ട് നമ്മളടുത്ത് നിന്ന് കൊണ്ടുപോകുമ്പം എന്തായാലും നമ്മൾ മാക്സിമം ഇതുപോലെ പ്ലാസ്റ്റിക് ഡബിൾസ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ കൊണ്ടുപോകണം അത്ര നല്ല ഇതിലായിരിക്കില്ല ചിലപ്പോൾ അവർ കൊണ്ടുപോവുക. അങ്ങനെ അതിൻ്റെ കവർ ചെയ്യണ രീതിയിൽ ഞാൻ കുറച്ച് ക്രീമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഫോക്സ് ബോൾസാണ് മെയിനായിട്ട്. പിന്നെ ടോപ്പർ കൊടുത്തിട്ടുണ്ട്, 4 എന്നുള്ള നമ്പർ ടോപ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കേക്കും 2 കേക്കിൻ്റെയും ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ടും മോർണിംഗിലെ എല്ലാ വർക്കും കഴിഞ്ഞു എന്താ പറയുക പാക്കിങ്ങും ചെയ്തിട്ടാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർ വന്നതിൻ്റെ ശേഷം അത് കൊണ്ടുപോയി 2 കേക്കും ഒക്കെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുൾ സൈഡായിട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യാതായി. എന്താ പറയുക കൈയെല്ലാം വിറയലും പനിയൊക്കെ നല്ലോണം കൂടി ആകെ പിടുത്തം വിട്ടു. പിന്നെ ഒക്കെ വന്നതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ പറയുക അപ്പം തന്നെ മരുന്നെല്ലാം എടുത്ത് ബെഡ് റെസ്റ്റും പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയായിരുന്നു. പക്ഷേ ചില സിറ്റുവേഷൻ കാരണം അവന് അന്ന് തന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ. കാരണം മക്കളൊക്കെ പിന്നെ ഞാൻ ഒറ്റയ്ക്കുമാണ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തോളാമെന്ന് വെച്ചു. വർക്കൊക്കെ ഒഴിവാക്കിക്കോളാം എന്നൊക്കെ പ്ലാൻ ആക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വർക്കുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എനിക്ക് പറ്റാത്ത സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അവരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ടോട്ടലായിട്ട് 3 ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാമെന്നുള്ള പ്ലാനിൽ അവിടുന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ പേര് വിളിക്കും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും വയ്യ. ടോട്ടലി ഞാൻ ആകെ ഡൗൺ ആയി പോയതായിരുന്നു. കംപ്ലീറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് എടുക്കുക. എത്ര തന്നെ പറഞ്ഞാലും വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. എന്താ പറയുക വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ പോലെയാണ്. ജോലി ചെയ്യാതെ ഇനി എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. കാരണം അതങ്ങനെ ശീലമായി. റെസ്റ്റ് എടുത്തിട്ടൊന്നും നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോവില്ല റെസ്റ്റ് എന്നുള്ള കാര്യം. ജോലി ചെയ്യണത് തന്നെ നമ്മളെ റെസ്റ്റ്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലാവണ പോലെ ആയിരിക്കും. ഒരുപാട് ഫോൺ യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഗ്യാപ്പ് ഇട്ടതാണ് കേട്ടോ. പിന്നെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസ് ഓരോന്നുണ്ട്, അതെല്ലാം ഞാൻ ഇതിനിടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.